നാളെ ഈ ചെറുക്കൻ്റെ കല്യാണമാണ്. അതിനിതാ എല്ലാം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. അവർ രാവിലെ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരും പുറപ്പെടും. ഈ ചെറുക്കനാണെങ്കിൽ ഇന്ന് ഭക്ഷണമൊന്നും വേണ്ട. കണ്ട നീ ക്ഷണിച്ചിനടാ എല്ലാവരെയും. കല്യാണമായിട്ട് ഇവൻ ഇപ്പോഴെങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അപ്പൂസ നാളെ കല്യാണമുള്ള എന്തെന്നാണ് എനിക്കെന്താ ഇന്നൊരു എന്തെന്നാണ് എനിക്കെന്താ ഏട്ടൻ ചോദിച്ചു റിസപ്ഷൻ. അപ്പം എന്തെന്നാടോ എന്നെ ഇപ്പം കല്യാണം കഴിച്ചില്ല. അതിൻ്റെ മുമ്പേ അമ്മേനോട് പ്രശ്നം തുടങ്ങി ഇവ. എന്താന്നാ അടങ്ങി ഒതുങ്ങി നിന്നോണം രണ്ടും വിടാ. ഞാൻ പറയുന്ന അനുസരിച്ചുകൊണ്ട് ഇങ്ങോട്ടാ പറയുന്നേ, ഇങ്ങോട്ടാ പറയുന്നേ, ഇങ്ങോട്ട് വിടാ, ഇന്നോടാ പറയുന്നേ. അടങ്ങി ഒതുങ്ങി വിടാ. ഇത് ടോപ്പിട്ടാ കല്യാണം കഴിക്കുന്നതെല്ലാം ശരി എന്നാ. അടങ്ങി ഒതുങ്ങി നിന്നിട്ടില്ലേ പറയാലോ. ഈ ചെറുക്കും കുഞ്ഞു ഭാവിയായ രണ്ടും കൂടെ അവിടുന്ന് ഇഷ്ടപ്പെട്ടതാ. കണ്ട അവനെ കൊണ്ട് പറയുന്നൊന്നും അയാൾക്ക് അന്ന് അവൻ്റെ കാര്യങ്ങളൊന്നും അറിയിക്കാൻ പാടില്ല. അടങ്ങി ഒതുങ്ങി നാളെ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം ഒരുക്കും അച്ഛനും അമ്മയും അപ്പൂസും എല്ലാം ചെയ്യൂ. അല്ല അപ്പൂസ? അടങ്ങി ഒതുങ്ങി പറയുന്ന അനുസരിച്ചുകൊണ്ട് നിന്നോളണം കേട്ടിനാ. ഇനി അവളായിട്ട് പ്രശ്നത്തിനൊന്നും നിൽക്കറേ. ഇന്നോടല്ലേടോ പറയുന്നേ. അച്ഛനതാ പിന്നെ പാട്ടെല്ലാം വെച്ചിന് പുടമുറി കല്യാണം എന്നല്ലല്ലോ യൂട്യൂബിൽ. എന്താ പാട്ട് കേട്ടാ? ഒരു കല്യാണ വീട് പോലെ ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങളെ വീട്. നാളെ ടോപ്പിട്ടുണ്ട കല്യാണം. ഇനിയിപ്പോൾ നാളെ അവർ വരും. എന്താ ഞാൻ ബെഡ് കവറുകളെല്ലാം മാറ്റാൻ പോവാണ്. ഈ ചെറുക്കനാണെങ്കിൽ യാതൊരു പ്രാരാബ്ദവും ഇല്ല. എല്ലാ പണിയും ഇപ്പം അമ്മക്ക് വിട്ടു കൊടുത്തിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വഴക്കടിക്കാൻ വരും. ഇങ്ങോട്ട് വലിയ ആളാവാൻ നോക്കുമോ. എന്താ എല്ലാ ബെഡ്റൂമിൻ്റെ മാറ്റിക്കൊണ്ടിരിക്കുക. എന്താ ബെഡ്റൂമിൻ്റെ എല്ലാം അവർ 3-5 പേര് വരുന്നുണ്ട്. 2 ദിവസം നിന്നിട്ടേ അവർ പോവുള്ളൂ. ഒരു ബെഡ്റൂമിൻ്റെ എല്ലാം നീറ്റാക്കി വെച്ച് ഇന്നോടല്ലൊരു ഒരാളാന്ന് വലിയ ഗമയായിട്ട് എന്താന്നാ വലിയൊരാളാന്നുള്ള വിചാരമുണ്ട് ചെറുക്കന്. കണ്ട കിടത്തെല്ലാം കണ്ട ഇനിയിപ്പോൾ സ്റ്റാൻഡ്. ഇനി കുട്ടിക്കളിയൊന്നും കളിക്കണ്ട കേട്ടോ കൂട്ടാ. നീ കഴിച്ചില്ലെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുത്തോണ്ട. ഇനിയിപ്പോൾ മുട്ട കൊടുക്കുമ്പോൾ അവളെ അവിടെ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. നിനക്ക് ആദ്യം ഒരു ഭക്ഷണം തരില്ല. കാരണം അന്യ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. നമ്മൾ അവളെ അങ്ങനെ നോക്കിയാൽ അത് ഡിവോഴ്സ് ആവാണ്ടൊക്കെ ഒക്കൂ. നീ ഞങ്ങളെ സ്നേഹിച്ചാൽ അതിവിടെ നിൽക്കും. നിന്നെ വഹാമുളക്കലും ഇനി നാളെ മുതൽ എന്തെങ്കിലും മര്യാദയ്ക്ക് ജോലിയെല്ലാം ചെയ്തോളണം. ഒരു കുടുംബസ്ഥനാകാൻ പോവാ. കേൾക്കുന്നുണ്ടാ പറയുന്നേ? നീറ്റായിട്ട് നടക്കണം ഇനി കേട്ടാ. അമ്മേനെ പറയിപ്പിക്കാറ് അച്ഛനെയോ.